വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇറ്റ്സ് അബൌട്ട് കാരിക്. കാരിക് എന്ന ഹെഡ് കോച്ച്, അതായത് നമ്മുടെ പെർമനൻറ്റ് ഹെഡ് കോച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ പലർക്കും ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. കാരിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം. കാരിക്കിൻ്റെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം. കാരിക്ക് തരുന്ന റിസൾട്ട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, എന്നാൽ അത്രയും ഇതൊരു വലിയ കാര്യമല്ല എന്ന് കാണുന്ന ഒരാൾക്കാരുണ്ടാവാം. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഫാൻസിനും വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആൻഡ് എല്ലാ ടൈപ്പ് ഓഫ് ഫാൻസും ശരിയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആദ്യം തന്നെ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. അതിന് കൂട്ടത്തിൽ പ്ലീസ് ടു ലൈക്ക് ദ വീഡിയോ. പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഐ വോണ്ട് ടു നോ ആക്ച്വലി അവർ എന്തുകൊണ്ട് കാരിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ കുറച്ച് മോശം കാര്യങ്ങൾ എന്താണ് കാരിക്കിൽ എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ കോമൻസ് കൂടി എനിക്ക് അറിയാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് വെൽക്കം ടു ദ ചാനൽ. കാരിക്, ഞാൻ ഈ വീഡിയോൻ്റെ ടോപ്പിക്ക് തിരഞ്ഞെടുത്തുള്ളത് ദ ട്രൂത്ത് എന്നുള്ളതാണ്, സത്യം. അതായത് ദ ട്രൂത്ത് അബൌട്ട് മൈക്കൽ കാരിക്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ കുറച്ച് കാലമായി എന്ന് പറഞ്ഞില്ല, പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ കാരിക്കിൻ്റെ ഫുട്ബോളിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ, ആസ് എ ഫുട്ബോൾ ഫാൻ, ഞാനിത് നോക്കാൻ കാരണം അടുത്ത സീസണിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ എവിടെയായിരിക്കണം എന്ന് അറിയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇന്ന് കാരണം. നമ്മുടെ സീസൺ എൻഡിൽ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഇത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാരിക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജോയിൻറ്റ് 5th or 6th ആയിരുന്നു ടേബിളിൽ. അമോറിമിനെ സാക്ക് ചെയ്യുന്നത് റിസൾട്ട്സ് ബേസിലായിരുന്നില്ല, പകരം റിക്രൂട്ട്മെൻറ്റ് ശരിയായില്ല എന്നുള്ളൊരു പേര് കൊണ്ടും, അതേപോലെ തന്നെ ഇനിയോസ് ആൻഡ് അമോറിം അടിയായതിനു ശേഷമാണ് മൈക്കൽ കാരിക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കാരിക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു നോർമൽ സീസൺ പോലെ എൻഡ് ചെയ്യും, നമ്മളൊരു 7th or 6th or 8th ഫിനിഷ് ചെയ്തേക്കാം. അതിന് കൂടെ തന്നെ കാരിക്കിന് ബിഗ് ടീംസിനെതിരെ കളിച്ച് റിസൾട്ട്സ് എടുക്കാൻ പറ്റുമെന്ന് ആരും, അതായത് ഇത്രയും അധികം റിസൾട്ട്സ് എടുക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. സോ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു സംഭവമാണ്. അതായത് ബിഗ് ക്ലബ്സിനെതിരെ കാരിക്കിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ കാരിക്കിൻ്റെ ടാക്ടിക്സ് വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നു എന്ന് നമുക്കുള്ളത് ഒരു പോസിറ്റീവ് സംഭവമാണ്. നമ്മൾ കാരിക്ക് വന്നതിന് ശേഷം കളിച്ച ഫസ്റ്റ് കളി മാൻ സിറ്റിയാണ്. ഇതിൽ കുറേ പേർക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ എങ്ങനെയാണ് കളി കളിച്ചതെന്നുള്ളത്. നമ്മുടെ ഈ സീസണിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു അഗെയിൻസ്റ്റ് സിറ്റി. എൻ്റെ കാഴ്ചപ്പാടിൽ അത് സംഭവിക്കാനുള്ളൊരു മെയിൻ കാരണം, നമ്മുടെ പ്ലെയേഴ്സിന് എല്ലാവർക്കും 3 at the back കളിക്കാനല്ലാതെ 4 at the back കളിക്കാൻ താല്പര്യപ്പെടുന്ന പ്ലെയേഴ്സാണ് ഒരു 90 അല്ലെങ്കിൽ 80% നമ്മുടെ ടീമിലുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ആ ഫോർമേഷനിലോട്ട് വരുന്നു. ഒരു പ്ലസ് പോയിന്റ് കാരിക്കിന് കിട്ടിയത് അമോറിം എന്ന കോച്ചിൻ്റെ ഇൻറ്റൻസ് ട്രെയിനിങ് അതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, 4 at the back കളിപ്പിക്കുന്ന കാരിക് ഫുൾ ഫ്രീഡം കൊടുത്തുകൊണ്ട് പ്ലേയേഴ്സിനോട് കളിക്കാൻ പറയുന്നു. പ്ലസ് അമോറിം അതുവരെ കൊടുത്തിരുന്ന ഇൻറ്റൻസ് ട്രെയിനിങ് ആ പ്ലേയേഴ്സിൻ്റെ ദേഹത്ത് നമുക്ക് കാണാൻ പറ്റി. നമ്മൾ സിറ്റിയെ ശരിക്കും ഔട്ട് ക്ലാസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ കളി ജയിച്ചത്. അത് തന്നെ അന്ന് റെക്കോർഡ് എന്തോ കാര്യം ക്രിയേറ്റ് ചെയ്തു. അതായത് പെപ് ഗാർഡിയോള പ്രീമിയർ ലീഗിൽ വാങ്ങിയ ഏറ്റവും XG ഡിഫീറ്റ് ആയിരുന്നു ആ കളിയിൽ സംഭവിച്ചത്. സോ ക്രെഡിറ്റ് ഗോസ് ടു കാരിക്. അതിനുശേഷം നമ്മൾ ആർസണലായിട്ട് കളിക്കുന്നു. ആർസണലിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ സിറ്റിക്കെതിരെ കളിച്ച അതേ ഇൻറ്റൻസിറ്റി കാണുന്നില്ല, പക്ഷെ നമ്മൾ കളി ജയിക്കുന്നു. ആസ് എ മെൻറ്റാലിറ്റി വൈസ് എന്താ പറയുക, ആ പ്ലേയേഴ്സിൻ്റെ ഒരു ഊർജ്ജം, ഒരു എനർജി, ആർസണലിനെ തോൽപ്പിക്കണം എന്നുള്ള എനർജി നമ്മളെ പിച്ചിൽ കണ്ടു. നമ്മളെ കളി 3-2 ജയിക്കുന്നു. പിന്നെ അതിന് ശേഷം നോക്കുമ്പോൾ കളികൾ പലതായി നമ്മുടെ ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ആവുന്നു, എനർജി ഡ്രോപ്പ് ആവുന്നു, പ്ലെയേഴ്സിന് റൺ ചെയ്യാൻ പറ്റുന്നില്ല. പ്ലെയേഴ്സ് ഒരു ലക്കും ലഗാനും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കൊടുക്കുന്നു. ഒരു 2-3 പാസ് സ്ട്രിങ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ തന്നെ എന്നെ ഏറ്റവും വിഷമിപ്പിച്ചൊരു മാച്ച് സണ്ടർലാൻഡിനെതിരുള്ളൊരു മാച്ചായിരുന്നു, എവേ മാച്ച്. ഒരു അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് പോലും ഇല്ല, എന്തൊക്കെയോ കാണിക്കുന്നു പ്ലെയേഴ്സ്. പാസ് എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു 5 yard പാസ് പോലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ലോങ് ബോളും ഹൂഫ് ബോളും മാത്രമായിട്ടൊരു കളി. എനിക്ക് മനസ്സിലായത്, ഈവൻ ഡോ നമുക്ക് ബിഗ് ടീംസിനെതിരെ കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും മെജോറിറ്റി ഗെയിംസിലൊക്കെ നമ്മുടെ ഇൻറ്റൻസിറ്റി വളരെയധികം ഡ്രോപ്പ് ആവുന്നു, നമ്മുടെ എനർജി വളരെയധികം ഡ്രോപ്പ് ആവുന്നു. അതിന് കാരണം കോച്ചിങ് ആണെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതായത് മൈക്കൽ കാരിക്കിന് മാൻ മാനേജ്മെൻറ്റ് അടിപൊളിയായിട്ട് അറിയുമെങ്കിലും കോച്ചിങ് എന്ന സംഭവം അല്ലെങ്കിൽ ടാക്ടിക്കൽ വൈസ് കാരിക്കിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതെനിക്ക് മനസ്സിലായൊരു സത്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് ദഹിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്ക് ഇത് ഓടിയുണ്ടാവില്ല. എന്തായാലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കത്തും, മേ ബി. എനിക്ക് കാരിക്കിൻ്റെ ഫുട്ബോൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് സൗത്ത് ഗേറ്റിൻ്റെ അണ്ടറിൽ ഇംഗ്ലണ്ട് കളിച്ച ഫുട്ബോളാണ്. അവിടെ ഒരു ടാക്ടിക്സും ഉണ്ടായിരുന്നില്ല.
അവിടെ സൗത്ത് ഗേറ്റിൻ്റെ അണ്ടറിൽ വേൾഡ് ക്ലാസ് എലീറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിക്കാൻ പറ്റിയ കുറേ പ്ലെയേഴ്സ്, അതിൽ 11 പ്ലെയേഴ്സും അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു ഇംഗ്ലണ്ട് പല കളികളും ജയിച്ചത്. അവിടെ ടാക്ടിക്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേ ഒരു രീതിയാണ് ഇവിടെ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ടാക്ടിക്സ് ഇല്ല. അതിന് ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാനുള്ള മെയിൻ കാരണം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ ഇൻ്റർവ്യൂ കണ്ട ആൾക്കാർക്ക് അറിയാം. ബ്രൂണോ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പ്ലെയേഴ്സിന് ബേസിക്സ് ആണ്. ഫുട്ബോൾ പിച്ചിൽ ബേസിക് ആണ് ഇത് ചെയ്യണം മാത്രമാണ് കാരിക്ക് കൊടുക്കുന്നുള്ളൂ ഓരോ പ്ലെയറിനും. ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത് പ്ലെയേഴ്സാണ് പിച്ചിൽ. ചില ആൾക്കാർക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുട്ബോൾ ടീംസ് കളിക്കുന്നത് കാണുന്ന എനിക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് വിഷമമുണ്ട്. കാരണം ഇവിടെ പ്ലെയേഴ്സ് തീരുമാനിച്ചിട്ടല്ല ഒരു കളി കളിക്കേണ്ടത്. ശരിയായിരിക്കും, ചില ആൾക്കാർ പറയാം വെയിൻ റൂണിക്കും റൊണാൾഡോയ്ക്കും ടെവസിനും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കാരിക്കിനും, പണ്ടത്തെ ആ കാരിക്കിനും സ്കോൾസിനും അലക്സ് റോസിനും ബേസിക്സ് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആ പ്ലെയേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് പറയാം, കുറേ ആൾക്കാർ അങ്ങനെ പറയാം. പക്ഷേ എനിക്കൊരു എതിർ അഭിപ്രായമുള്ളത് അവരത് ചെയ്യാനായിട്ട് ദേ ഡിസേർവ് ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ അവരൊരു ടൈറ്റിൽ വിന്നിങ് ചാമ്പ്യൻ മെൻറ്റാലിറ്റി കാണിക്കുന്ന പ്ലെയേഴ്സ് ആയിരുന്നു. ഇവിടെയുള്ള പ്ലെയേഴ്സ് പലരും അങ്ങനെയല്ല. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കാരിക്ക് ഉടനടി സാക്കാവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇവിടെയുള്ള പ്ലെയേഴ്സ് എത്ര വട്ടം എത്ര മാനേജറിനെ സാക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ പ്ലെയേഴ്സിന് ഇങ്ങനത്തെ സംഭവം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഒരു ടാക്ടിക്സും ഇല്ല, നിങ്ങൾ പോയിട്ട് യു എക്സ്പ്രസ് യുവർ സെൽഫ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ദർ ഇസ് എ ബിഗ് ചാൻസ് കാരിക്ക് ക്യാൻ ഗെറ്റ് സാക്ഡ്. അപ്പോൾ ഇതൊരു മോശം കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് കാരിക്കിൻ്റെ കോച്ചിങ് സെറ്റപ്പാണ്. നമ്മൾ ആകെ കാണുന്നത് ഒരു സ്റ്റീവ് ഹോളണ്ടും അതേപോലെ തന്നെ ജോണി എവൻസിനും പോലുള്ള കോച്ചിങ് സെറ്റപ്പാണ്. ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കാരിക്ക് ഒരു ഇൻഎക്സ്പീരിയൻസ് കോച്ചാണ്, ഒരു ഇൻഎക്സ്പീരിയൻസ് ഹെഡ് കോച്ചാണ്. അങ്ങോട്ട് വരേണ്ടത് എലീറ്റ് പ്രൊഫഷണൽ UCL ഫുട്ബോളൊക്കെ കളിക്കാൻ തരത്തിലുള്ള അല്ലെങ്കിൽ കളിപ്പിക്കാൻ തരത്തിലുള്ള ടാക്ടിക്സ് അറിയാവുന്ന കോച്ചിങ് സ്റ്റാഫുകളാണ്. ആൻഡ് ദിസ് ഈസ് നദർ പ്രോബ്ലം വിത്ത് മീ. എനിക്കിവിടെ കാരിക്ക് നിൽക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഐ സപ്പോർട്ട് ദിസ് ഗൈ ബിക്കോസ് ഹീ ഈസ് അവർ ഹെഡ് കോച്ച് ആൻഡ് വി ഹാവ് ടു സപ്പോർട്ട് ഹിം. വി ഹാവ് ടു റിക്രൂട്ട് ബെറ്റർ. നല്ല പ്ലേയേഴ്സിന് മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നല്ല പ്ലേയേഴ്സിന് മേടിച്ച് കൊടുത്താലും ഈ കോച്ചിങ് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നുള്ളത് എത്ര പേർക്ക് ഇതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഈ സ്റ്റീവ് ഹോളണ്ടിനെ വെച്ചിട്ടും അതേപോലെ തന്നെ ജോണി എവൻസിനെ വെച്ചിട്ടും വി കാണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. പല ആൾക്കാരും പറയുന്നുണ്ട് ഇയാൾ ഹൊസേ മൊറീനോയുടെ അണ്ടറിൽ കോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റീവ് ഹോളണ്ട്, ആൻചെലോട്ടിൻ്റെ അണ്ടറിൽ കോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റീവ് ഹോളണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അന്റോണിയോ കോണ്ടെൻ്റെ അണ്ടറിൽ കോച്ച് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എലീറ്റ് കോച്ചുമാരായിരുന്നു അല്ലെങ്കിൽ എലീറ്റ് മാനേജേഴ്സ് ആയിരുന്നു. ഇയാളുടെ പണി പറഞ്ഞ ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. അതാണ് അദർ പ്രോബ്ലം. കാരണം നമുക്ക് വരേണ്ടത് നല്ല ബെറ്റർ അറ്റാക്കിംഗ് കോച്ചസ്മാർ ഇവിടെ വരണം കാരിക്കിൻ്റെ അണ്ടറിൽ. ഇതൊക്കെ നെക്സ്റ്റ് സീസണിൽ പോകുമ്പോൾ പ്രോബ്ലമാണ്. ഇതൊന്നും അറിയാതെ പല ആൾക്കാരും സ്റ്റീവ് ഹോളണ്ടിനെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് സ്റ്റീവ് ഹോളണ്ട് ഇവിടെ വന്നിട്ട് ചെയ്തെന്നുള്ളത്. സ്റ്റീവ് ഹോളണ്ട് വന്നതിന് ശേഷം എനിക്ക് നമ്മൾ കൂടുതലും ഗോൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. അത് സില്ലി ഗോൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഹാരി മാഗ്വയറിനെ പിക്ക് ചെയ്യുന്നു പലവട്ടം. ഹൈലൈൻ കളിക്കാൻ ഹാരി മാഗ്വയറിനെ പിക്ക് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട് അടുത്ത സീസണിൽ പോകുമ്പോൾ. പല ആൾക്കാരും എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ ചാലഞ്ച് ആവും അല്ലെങ്കിൽ നമ്മൾ ടൈറ്റിൽ എടുക്കും. എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സെറ്റപ്പ് വെച്ചുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് വി ആർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ ടൈറ്റിൽ ചാലഞ്ച്. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണ്, 0 ചാൻസ് ഫോർ എസ്. അതും 3 ഗെയിംസ് പെർ വീക്കിൽ. ഈ ഡിഫെൻസീവ് സെറ്റപ്പ് മാത്രമാണ് നമ്മുടെ ടാക്ടിക്സ്. വേറെ നിങ്ങൾ പറഞ്ഞതാ, ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ എന്താണ് കണ്ടത്? ഡിഫെൻസീവ് സെറ്റപ്പ് അല്ലാതെ നിങ്ങൾ എന്താണ് വേറെ കണ്ടത്? കൗണ്ടർ അറ്റാക്കിങ് മാത്രമല്ലാതെ. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് പണ്ട് അലക്സ് ഫെർഗൂസൺ ചെയ്തിരുന്നു, കൗണ്ടർ അറ്റാക്കിങ് ചെയ്തിരുന്നു. അലക്സ് ഫെർഗൂസൺ കൗണ്ടർ അറ്റാക്കിങ് മാത്രമല്ല, ഞാൻ കണ്ട അലക്സ് ഫെർഗൂസൺ അല്ലെങ്കിൽ സർ അലക്സ് ഫെർഗൂസൺ കണ്ടിട്ട് ഞാൻ കണ്ട ഫുട്ബോളിൽ അടിപൊളി ഫുട്ബോൾ കളിക്കുന്ന ടീമായിരുന്നു നമ്മൾ. അതായത് എതിർ ടീമിന് പന്ത് പോലും കൊടുക്കാതെ ഗോൾ അടിച്ചുകൊണ്ടിരുന്ന ടീമായിരുന്നു നമ്മൾ. അത് കൗണ്ടർ അറ്റാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല, അത് പ്രോപ്പർ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരുന്നു. എങ്ങനെ എങ്ങോട്ട് പാസ് കൊടുക്കണം, എത്ര ലോങ് റേഞ്ച് പാസ് എപ്പോൾ കൊടുക്കണം, അതേപോലെ തന്നെ എങ്ങനെ ക്രോസ് ഇടണം, ആ ബോക്സിനുള്ളിൽ എത്ര സ്ട്രൈക്കേഴ്സ് വേണമെന്നുള്ളതൊക്കെ അലക്സ് ഫെർഗൂസൺ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടൊരു സംഭവമാണ് കാരിക്ക് അലക്സ് ഫെർഗൂസൺ രണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് അലക്സ് ഫെർഗൂസൺ സ്റ്റാറ്റിക്സ് എടുക്കുക എന്നുള്ളത്. അത് ഒരിക്കലും മോഡേൺ ഫുട്ബോൾ വർക്കാവണമെന്നില്ല. സർ അലക്സ് ഈസ് നോട്ട് കാരിക്ക്, അല്ലെങ്കിൽ കാരിക്ക് അല്ല സർ അലക്സ്. അത് രണ്ട് ഡിഫറെൻറ്റ് യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കാരിക്കിനോട് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്നാണോ മിറാജ് ബ്രോ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് സേയിങ് ദാറ്റ്. നല്ല റിക്രൂട്ട്മെൻറ്റ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല ബെറ്റർ കോച്ചിങ് സെറ്റപ്പ് വേണം. ഈ സ്റ്റീവ് ഹോളണ്ട് മാത്രമല്ല നമുക്ക് വേണ്ടത്. നമ്മളൊരു എവർട്ടനോ ഫുൾഹാമോ
ഒന്നുമല്ല, നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സത്യങ്ങൾ. കാരണം ഇത് പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടില്ല. റിസൾട്ട് നോക്കി അല്ലെങ്കിൽ സ്കോർ ലൈൻ മാത്രം നോക്കി കാരിക്ക് ബെറ്റർ ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ട്രൂ. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതൊരു എന്താ പറയുക, കയ്യലപ്പുറത്ത് തേങ്ങ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും പോവാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കോമൻറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ കോമൻറ്റ്സ് വായിക്കുന്ന ആളാണ്. നിങ്ങളുടെ കോമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കോമൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ ശരിയല്ലേ, ഐ വിൽ എഗ്രി വിത്ത് യു, ഐ വിൽ ഡിസ്അഗ്രി വിത്ത് യു, അതുണ്ടായിരിക്കും. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ആരോൺ ഡാങ്ക്സ്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരാണ് ആരോൺ ഡാങ്ക്സ്, അയാൾ എങ്ങനെയായിരിക്കും കാരിക്കിനെ ബെറ്റർ ആക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരിക്കിൻ്റെ ടാലൻറ്റ് ഐഡിയ ആണ്. കാരിക്കോടെ വന്നതിന് ശേഷം നിങ്ങൾ കാരിക്ക് വേണമെന്ന് പറയുന്ന പ്ലേയേഴ്സിൻ്റെ നെയിംസ് നിങ്ങൾ നോക്ക്. ഏറ്റവും കൂടുതലുള്ളത് മോർഗൻ റോജേഴ്സ്, ഹെയ്ഡൻ ഹാക്നി എന്നുള്ള പ്ലേയേഴ്സാണ്. ഇവരൊക്കെ കാരിക്കിൻ്റെ കൂടെ മിഡിൽസ് ബ്രോയിൽ വർക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം കാരിക്ക് വേണമെന്ന് പറയുന്ന പ്ലേയേഴ്സാണ്. കാരിക്കോടെ വന്നിട്ട് എനിക്ക് ചൗമിനെ വേണമെന്നോ ആൻഡേഴ്സിനെ വേണമെന്നോ ടൊണാലിനെ വേണമെന്നോ പറയുന്നില്ല. നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്നത് മോർഗൻ റോജേഴ്സും ഹെയ്ഡൻ ഹാക്നിയാണ്, ബിക്കോസ് ഓഫ് കാരിക്ക്. ഇതേ മിസ്റ്റേക്സ് നമ്മൾ ടെൻ ഹാഗിനിൽ ചെയ്തിട്ടുണ്ട്. ഇതേ മിസ്റ്റേക്സ് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗോ ബാക്ക് ടു ദോസ് ഡേയ്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. പക്ഷേ ഞാൻ എഗെയിൻ പറഞ്ഞു, ഇതിൽ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് റൂം കാരിക്കിൻ്റെ കൂടെയുണ്ട്. ഹിസ് ടാക്ടിക്സ് ആർ വർക്കിംഗ് റൈറ്റ് നൗ. പക്ഷെ അത് സസ്റ്റൈനബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതൊരു 15 ഗെയിം വർക്ക് ചെയ്യാം, ബാക്കി വരുന്ന 27ഓളം ഗെയിം ഇത് വർക്ക് ചെയ്യണമെന്നില്ല, 20ഓളം ഗെയിം ഇത് വർക്ക് ചെയ്യണമെന്നില്ല. ഇതാണ് എൻ്റെ പേടി നെക്സ്റ്റ് സീസണോട് പോകുമ്പോൾ. റിക്രൂട്ട്മെൻറ്റ് ബെറ്റർ ആയാൽ കാരിക്കിന് ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. ലെറ്റ് ഹിം പ്രൂവ് മീ റോങ്. കാരിക് ലെറ്റ് ഹിം പ്രൂവ് മീ റോങ്. നല്ല റിക്രൂട്ട്മെൻറ്റ്, അതായത് നല്ല അടിപൊളി റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ടൈറ്റിൽ എടുക്കാൻ പറ്റുമെന്ന് കാരിക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ അപ്പോളജീസ് കാരിക്. കാരണം നിങ്ങൾ എന്നെ തിരുത്തി എന്നുള്ള അപ്പം പറയും. ഇപ്പോൾ ഇൻ മൈ മൈൻഡ് ഐ ഡോണ്ട് തിങ്ക് കാരിക് ക്യാൻ വിൻ എ ടൈറ്റിൽ ഫോർ us. അല്ലെങ്കിൽ അടുത്ത സീസണിലോട്ട് നല്ല റിക്രൂട്ട്മെൻറ്റ് വന്നാലും ഐ ഡോണ്ട് തിങ്ക് കാരിക്കിനെ കൊണ്ട് നമ്മളെ, അതായത് വിത്ത് കാരിക് നമ്മൾക്ക് ഒരു ടൈറ്റിൽ എടുക്കാൻ പറ്റുന്നുള്ളത്. ദിസ് ഈസ് ദ വീഡിയോ അബൌട്ട് കാരിക്, ദ ട്രൂത്ത് അബൌട്ട് മൈക്കിൾ കാരിക്സ് യുണൈറ്റഡ്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എഗെയിൻ ഇതിൽ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 60% ഇതിൽ നെഗറ്റീവ്സാണ് ഞാൻ കാണുന്നത്. ഫ്യൂച്ചറോട് നോക്കുമ്പോൾ ഒരു 40% പോസിറ്റീവ്സ് ഉണ്ട്. ആ പോസിറ്റീവ്സ് ഇമ്പ്രൂവ് ആയി 100% എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കാരിക്കിനോട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് മാത്രമല്ല, എലീറ്റ് റിക്രൂട്ട്മെൻറ്റ് വന്നാൽ മാത്രമാണ് അതിനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ചാൻസ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എപ്പോഴും ഷോർട്ട് കട്ട്സ് എടുക്കുന്ന ഒരു ടീമാണ്. നമുക്കൊക്കെ അറിയാം, ഇവിടെ കാരിക്ക് ജനുവരിയിൽ ഇൻ്ററിം കോച്ചായിട്ട് വന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് കാരിക്ക് തന്നെ ഹെഡ് കോച്ച് ആവുന്നുള്ളത്. അതേപോലെ സംഭവിച്ചു. നമ്മൾ വീണ്ടും കാണുന്നത് സമ്മർ റിക്രൂട്ട്മെൻറ്റ്. ഇപ്പോൾ ന്യൂസ് കേൾക്കുന്നത് നമുക്ക് വേണ്ടത് ആൻഡേഴ്സൺ, ചൗമീനി, അതേപോലെ ടൊണാലി പോലത്തെ പ്ലേയേഴ്സാണ്. പക്ഷെ നമ്മൾ പോകുന്നത് ചീപ്പ് റിക്രൂട്ട്മെൻ്റ് ആയിട്ടുള്ള എഡേഴ്സണിലോട്ടാണ്. ഐം നോട്ട് സേയിങ് എഡേഴ്സൺ ഒരു ചീപ്പ് ഒരു നെഗറ്റീവ് സൈനിങ് ആണെന്നുള്ളത്. പക്ഷേ എഡേഴ്സനോ ബലേബിയും മാത്യൂസ് ഫെർണാണ്ടസ് ഒക്കെയാണ് നമ്മുടെ മിഡ്ഫീൽഡെങ്കിൽ വി ആർ സെറ്റിംഗ് കാരിക് അപ് ടു ഫെയിൽ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മിസ്റ്റേക്സ് പലവട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഓവർ ചീപ്പ് എന്നൊരു സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പലപ്പോഴും ചെയ്ത സംഭവമാണ്. ഐ ഹോപ്പ് ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. അത് കാരിക്കിൻ്റെ ആയാലും അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിലായാലും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഞാൻ എഗെയിൻ പറയുന്നു, പല ആൾക്കാർക്കും ഇതൊരു ഡിസ്റ്റർബിംഗ് വീഡിയോ ആയിരിക്കാം, പല ആൾക്കാർക്കും ഇതൊരു നെഗറ്റീവ് വീഡിയോ ഫീൽ ചെയ്യാം. പക്ഷേ ഇത് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ദ ട്രൂത്ത് അബൌട്ട് മൈക്കിൾ കാരിക്. ഇത് എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് സത്യമാണ്. തീർച്ചയായിട്ടും ഇത് അസത്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യാം. ആൻഡ് എസ്പെഷ്യലി ഡു ലൈക്ക് ദ വീഡിയോ. പിന്നെ പുതിയ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വേറെ വീഡിയോ കാണാം. അതുവരേക്കും സീ യു സൂൺ.